സുഹൃത്തുക്കളെ, ജീവിതത്തിലൊരൽപ്പം സമാധാനവും ഐശ്വര്യവും ആഗ്രഹിക്കാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാകില്ല, അല്ലേ? എത്രയൊക്കെ കഷ്ടപ്പെട്ട് പണം സമ്പാദിച്ചാലും, എത്ര വലിയ വീട് വെച്ചാലും ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുതരം ശൂന്യതയോ അല്ലെങ്കിൽ വീട്ടിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അസ്വസ്ഥതകളോ നിലനിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പേഴ്സിൽ പണം എപ്പോഴും നിറഞ്ഞിരിക്കാൻ വേണ്ടി നമ്മൾ ഫാങ്ഷുയി ടിപ്സുകളും മറ്റും അന്വേഷിച്ചു പോകാറുണ്ട്. എന്നാൽ ഗുണത്തിനായി നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് വലിയ ദോഷങ്ങളായി മാറാറുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ വീടിന്റെ ഹൃദയഭാഗമെന്നു പറയുന്നത് അവിടുത്തെ പൂജാമുറിയാണ്. വീടിന്റെ ഐശ്വര്യം മുഴുവൻ കുടികൊള്ളുന്നത് അവിടെയാണ്. എന്നാൽ പലർക്കും സ്വന്തം വീട്ടിലെ പൂജാമുറി എങ്ങനെ സൂക്ഷിക്കണമെന്നോ അവിടെ എന്തൊക്കെ ചെയ്യാമെന്നോ പാടില്ലെന്നോ കൃത്യമായി അറിയില്ല. പ്രത്യേകിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ വരുത്തുന്ന ചെറിയ തെറ്റുകൾ പോലും നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനത്തെ കാര്യമായി ബാധിച്ചേക്കാം. അതുകൊണ്ട് ഇന്നത്തെ ഈ യാത്രയിൽ ആരും അധികം പറഞ്ഞുതരാത്ത, എന്നാൽ നമ്മൾ ഓരോരുത്തരും കർശനമായും അറിഞ്ഞിരിക്കേണ്ട ചില അപൂർവമായ അറിവുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇത് കേവലം ചില വിശ്വാസങ്ങൾ മാത്രമല്ല, ഇതിനു പിന്നിൽ വലിയൊരു ശാസ്ത്രവും ഊർജ്ജതന്ത്രവുമുണ്ട്. ഈ നിമിഷം മുതൽ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടെ കേൾക്കുക, കാരണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം, പരമശിവൻ എന്നു പറയുന്നത് പ്രപഞ്ചത്തിന്റെ തന്നെ മുഴുവൻ ഊർജ്ജവും ആകർഷിച്ചെടുക്കാൻ കഴിവുള്ള അത്യുഗ്രനായ ഒരു ദേവനാണ് എന്നതാണ്. മറ്റേതൊരു ദേവന്റെയോ ദേവിയുടെയോ ചിത്രമോ വിഗ്രഹമോ വീട്ടിൽ വെക്കുന്നതുപോലെയല്ല ശിവലിംഗം വെക്കുന്നത്. ശിവലിംഗം എന്നത് നിശ്ചലമായ ഒന്നല്ല, അതൊരു വലിയ ഊർജ്ജസ്രോതസ്സാണ്. അതുകൊണ്ടുതന്നെ പൂജാമുറിയിൽ ശിവലിംഗം വെക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ സ്ഥാനമാണ്. പലരും സ്ഥലപരിമിതി മൂലമോ അല്ലാതെയോ പൂജാമുറിയുടെ ഏതെങ്കിലും ഇരുണ്ട മൂലകളിൽ, അതായത് കോർണറുകളിൽ ശിവലിംഗം വെക്കുന്നത് കാണാം. ഇത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു വലിയ തെറ്റാണ്. പ്രപഞ്ചനാഥനായ അനന്തമായ ഊർജ്ജം പ്രവഹിക്കുന്ന പരമശിവനെ ഒരിക്കലും ഒരു മൂലയിൽ ഒതുക്കി നിർത്തരുത്. പകരം പൂജാമുറിയിൽ നല്ല വായുസഞ്ചാരമുള്ള, നല്ല വെളിച്ചം ലഭിക്കുന്ന, വൃത്തിയുള്ള ഒരു തുറന്ന സ്ഥലത്ത് വേണം ശിവലിംഗം സ്ഥാപിക്കാൻ. ആ ഊർജ്ജം വീട് മുഴുവൻ പ്രവഹിക്കാൻ അത് അത്യാവശ്യമാണ്. ഇനി നമ്മൾ പൂജ ചെയ്യുമ്പോൾ വരുത്തുന്ന ചില വലിയ അബദ്ധങ്ങളെക്കുറിച്ച് പറയാം. ഭക്തിയോടെ നമ്മൾ പലതും ഭഗവാൻ അർപ്പിക്കാറുണ്ട്. എന്നാൽ എല്ലാ വസ്തുക്കളും ശിവന് പ്രിയപ്പെട്ടതല്ല. ഉദാഹരണത്തിന് മഞ്ഞൾ. നമ്മുടെ സ്ത്രീകൾക്ക് മഞ്ഞൾ എന്നത് സൗന്ദര്യത്തിന്റെയും ഐശ്വര്യത്തിന്റെയും മംഗല്യത്തിന്റെയും ഒക്കെ പ്രതീകമാണ്. എന്നാൽ ഇതൊരിക്കലും ശിവലിംഗത്തിൽ അർപ്പിക്കാനോ ചാർത്താനോ പാടില്ല എന്ന സത്യം പലർക്കും അറിയില്ല. കാരണം പരമശിവൻ എന്നത് സമ്പൂർണമായും പുരുഷത്വത്തിന്റെയും അതിലുപരി സർവസംഘ പരിത്യാഗിയായ ഒരു യോഗിയുടെയും പ്രതീകമാണ്. ലൗകികമായ അലങ്കാരങ്ങളോ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ ഭഗവാന് ആവശ്യമില്ല. ഭസ്മമണിഞ്ഞ് ശ്മശാനത്തിലിരിക്കുന്ന ഭഗവാന് മഞ്ഞൾ അർപ്പിക്കുന്നത് ആ ഊർജ്ജത്തിനു വിരുദ്ധമാണ്. അത് ദോഷങ്ങളെ ക്ഷണിച്ചുവരുത്തും. അതുപോലെ തന്നെയാണ് സിന്ദൂരത്തിന്റെ കാര്യവും. സ്വന്തം ഭർത്താവിന്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി ദീർഘമംഗല്യത്തിനായി സ്ത്രീകൾ ഭക്തിയോടെ സീമന്തരേഖയിൽ ചാർത്തുന്നതാണ് സിന്ദൂരം. കുങ്കുമവും സിന്ദൂരവും ദേവീപൂജയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ ഇത് ശിവലിംഗത്തിൽ അർപ്പിക്കാൻ പാടില്ല. സംഹാരമൂർത്തിയായ വൈരാഗിയായ ശിവന് സിന്ദൂരം ചാർത്തുന്നത് ശാസ്ത്രവിരുദ്ധമാണ്. പകരം ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടത് ഭസ്മവും ചന്ദനവുമാണ്. 3 വരകളായി ഭസ്മം ചാർത്തി നടുവിൽ അല്പം ചന്ദനം തൊടുവിക്കുന്നത് ഭഗവാനെ അങ്ങേയറ്റം പ്രീതിപ്പെടുത്തുന്ന കാര്യമാണ്. ഈ ചെറിയ മാറ്റം നിങ്ങളുടെ പൂജാമുറിയിലെ ഊർജ്ജത്തെ എത്രത്തോളം ശുദ്ധീകരിക്കുമെന്ന് നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശിവലിംഗത്തിന്റെ സ്ഥാനചലനമാണ്. പൂജാമുറി വൃത്തിയാക്കുമ്പോഴോ മറ്റോ നമ്മൾ അറിയാതെ ചെയ്യുന്ന ഒരു കാര്യമാണിത്. ഇടയ്ക്കിടെ ശിവലിംഗമിരിക്കുന്ന സ്ഥലത്തു നിന്നും എടുത്തുമാറ്റുകയോ അതിന്റെ സ്ഥാനം മാറ്റുകയോ ചെയ്യുന്നത് ഒട്ടും നല്ലതല്ല. വീടിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് പ്രതിഷ്ഠിച്ച് പൂജ തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് വലിയൊരു പോസിറ്റീവ് എനർജി കേന്ദ്രീകരിക്കുന്നുണ്ട്. കൂടെ സ്ഥാനം മാറ്റുമ്പോൾ ആ ഊർജ്ജത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത്. വീടിന്റെ ഐശ്വര്യവും സമ്പത്തും കുറയാനും ധനനഷ്ടങ്ങളുണ്ടാകാനും ഇതൊരു പ്രധാന കാരണമായി പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിനാൽ ശിവലിംഗം എപ്പോഴും സുരക്ഷിതമായൊരു സ്ഥിരമായ പീഠത്തിൽ തന്നെ ഉറപ്പിച്ചുവെക്കാൻ ശ്രദ്ധിക്കുക. ശിവപൂജയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് പാലഭിഷേകം. പാൽ കൊണ്ട് അഭിഷേകം ചെയ്യുമ്പോൾ നമ്മൾ ഭഗവാന്റെ അനുഗ്രഹം മുഴുവനായി ഏറ്റുവാങ്ങുകയാണ്. എന്നാൽ ഇന്നത്തെ തിരക്കുപിടിച്ച ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും എളുപ്പവഴികൾ തേടാറുണ്ട്. കടയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവരുന്ന പാൽ ആ പ്ലാസ്റ്റിക് കവറോടുകൂടി തന്നെ വെട്ടി നേരിട്ട് ശിവലിംഗത്തിലേക്ക് ഒഴിക്കുന്നത് വളരെ തെറ്റായ ഒരു രീതിയാണ്. ഇതിൽ യാതൊരു ഭക്തിയോ സമർപ്പണമോ ഇല്ല. പാലഭിഷേകം നടത്തുമ്പോൾ പാൽ വൃത്തിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഏറ്റവും ഉത്തമം വെള്ളിത്തളികയോ വെള്ളിപ്പാത്രമോ ഉപയോഗിച്ച് അഭിഷേകം നടത്തുന്നതാണ്. വെള്ളിയോ ചെമ്പോ പിച്ചളയോ ഉപയോഗിക്കാം. ആ പാത്രത്തിൽ നിന്ന് വളരെ സാവധാനം ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ചുകൊണ്ട് ഭഗവാന് പാലർപ്പിക്കുമ്പോൾ അത് വെറുമൊരു കർമ്മം മാത്രമല്ല, നമ്മുടെ മനസ്സിന്റെ പൂർണ്ണമായ സമർപ്പണം കൂടിയായി മാറുകയാണ്. ആ സമർപ്പണമാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്. ഇനി നിങ്ങളുടെ വീട്ടിലുള്ള ശിവലിംഗത്തിന്റെ രൂപം ഒന്ന് ശ്രദ്ധിക്കുക. അതിനെന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ? വിള്ളലുകൾ വീഴുകയോ ആകൃതി മാറിപ്പോവുകയോ ചെയ്ത ഒരു ശിവലിംഗം ഒരിക്കലും പൂജാമുറിയിൽ വെക്കാൻ പാടില്ല.
അത് പൂർണ്ണമായ കേടുപാടുകളില്ലാത്ത ഒന്നായിരിക്കണം. അതുപോലെ തന്നെ വീട്ടിൽ വയ്ക്കാൻ ഏറ്റവും ഉത്തമമായ ശിവലിംഗങ്ങൾ ഏതൊക്കെ ലോഹങ്ങൾ കൊണ്ടുള്ളതാണെന്നും അറിഞ്ഞിരിക്കണം. സ്വർണം, വെള്ളി, പിച്ചള എന്നീ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച ശിവലിംഗങ്ങൾ വീട്ടിൽ വെക്കുന്നത് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരും. അതല്ലെങ്കിൽ നർമ്മദാ നദിയിൽ നിന്ന് ലഭിക്കുന്ന പ്രത്യേകതരം കല്ലുകൾ, നർമ്മദേശ്വർ ശിവലിംഗം പോലെയുള്ളവ ഉപയോഗിക്കാം. ഏറ്റവും അവസാനമായി, എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്: ജലധാര. ശിവന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതുമായ വഴിപാടാണ് ജലധാര. ഭഗവാന്റെ മൂന്നാം കണ്ണ് എപ്പോഴും അഗ്നിയെ വമിക്കുന്നതാണ്. ആ ഉഗ്രകോപത്തെയും തീവ്രമായ ഊർജ്ജത്തെയും ശാന്തമാക്കി നിർത്താനാണ് ഗംഗാദേവി ഭഗവാന്റെ ശിരസിൽ കുടികൊള്ളുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ വയ്ക്കുന്ന ശിവലിംഗത്തിൽ എപ്പോഴും ജലധാര നടത്താൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ദിവസവും ശുദ്ധമായ ജലം കൊണ്ട് ധാര നടത്തണം. ഒരു തുള്ളി ജലം വീതം ശിവലിംഗത്തിലേക്കിറ്റുവീഴുന്ന ആ കാഴ്ച നമ്മുടെ മനസ്സിന് നൽകുന്ന ശാന്തത പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആ ജലം ശിവലിംഗത്തെ മാത്രമല്ല തണുപ്പിക്കുന്നത്, നമ്മുടെ വീടിനുള്ളിലെ അന്തരീക്ഷത്തെയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ താപങ്ങളെയും സംഘർഷങ്ങളെയും കൂടിയാണ് അതില്ലാതാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ പൂജാമുറിയിലെ ഊർജ്ജത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും ഭക്തിയും ശുദ്ധിയുമാണ് ഏറ്റവും പ്രധാനം. ഈ പറഞ്ഞ കാര്യങ്ങൾ കേവലം നിയമങ്ങളായി കാണാതെ ഭഗവാനോടുള്ള നമ്മുടെ സ്നേഹവും ബഹുമാനവുമായി കണ്ട് പ്രാവർത്തികമാക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഐശ്വര്യവും സമാധാനവും ധനസമൃദ്ധിയും നിങ്ങളെ തേടിവരിക തന്നെ ചെയ്യും. നിങ്ങളുടെ വീട് സാക്ഷാൽ കൈലാസം പോലെ ശാന്തവും പവിത്രവുമായി മാറട്ടെ. നന്ദി.